സിപിഐഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേർന്നു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചടിയായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തിരിച്ചടിയായി അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറയുന്ന സമ്മതിക്കുന്ന റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി വി ജോയി അവതരിപ്പിച്ചത്. തുടർന്ന് നടന്ന ചർച്ചയിലാണ് ഈ രൂക്ഷമായ വിമർശനം ഉണ്ടായത്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ പ്രസംഗം വായിക്കുന്നിടത്താണ് കുഴപ്പം. ഭരണം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളും, പാർട്ടി മാറി നിൽക്കാമെന്ന് വിചാരിക്കുന്നതിന്റെ കുഴപ്പമാണ് ഇതെന്നാണ് വിമർശിച്ചത്. ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനുമായി കാറിലെത്തിയതും തിരിച്ചടിയായി എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. സിപിഐഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയതയാണ് കോർപ്പറേഷൻ ഭരണം അടക്കം നഷ്ടപ്പെടാൻ കാരണമെന്ന് ഇപ്പോൾ കൌൺസിലറായി വിജയിച്ച SP ദീപക് വിമർശിച്ചു. മേയർക്കെതിരെ മുൻ മേയർ VK പ്രശാന്ത് MLA യും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ആര്യ രാജേന്ദ്രന്റെ മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം ശരിയായിരുന്നില്ല. മേയർ കുറച്ചുകൂടി ജനകീയമായി പ്രവർത്തിക്കേണ്ടതായിരുന്നു. മേയർക്ക് അഹങ്കാരമുണ്ട് എന്ന തരത്തിലുള്ള ശക്തമായ പ്രചരണം വന്നു. അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നും VK പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചു.